നീ വീണ്ടും വീണ്ടും എൻ്റെ ഐറയെ വേദനിപ്പിക്കുവാണ് ഷാസിക. എന്തിനാ അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? അതിൽ എന്ത് സുഖമാണ് നിങ്ങൾ നേടുന്നത്? അതും ചോദിച്ച് അങ്ങോട്ട് വന്ന റീനു ലൈബ്രറിയും ഷാസിൻ്റെ ഇരുത്തം കാണെ ഞെട്ടി. ലൈബ്രറിയിലെ ബുക്സ് എല്ലാം നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. ഷാസ് അടുത്ത് താഴോട്ട് നോക്കി നിലത്തിരിക്കുന്നുണ്ട്. റിനുവിൻ്റെ ശബ്ദം കേൾക്കെ ഷാസ് തലയുയർത്തി അവളെ നോക്കി. കരഞ്ഞു ചുവന്ന അവൻ്റെ കണ്ണുകൾ കാണെ റീനു ഒരടി പിറകോട്ട് വെച്ചു. ഷാസിക, നെറ്റിച്ചുളിച്ച് റീനു വിളിച്ചത് കേൾക്കെ ഷാസ് അവളെ നോക്കി. ഏ, എൻ്റെ പെണ്ണിനെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു അല്ലേ റീനു? ഹൃദയം തകർന്നായിരിക്കും അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. എൻ്റെ പെണ്ണ് എന്നെ വെറുത്ത് കാണും. അമ്മാതിരിയല്ലേ ഞാൻ അവളോട് ചെയ്തത്. ആ, അത് ഇന്ന് തന്നെ, ഈ ദിവസം തന്നെ ഞാൻ അവളെ ഒത്തിരി വേദനിപ്പിച്ചു. കരഞ്ഞോണ്ട് ഷാസ് പറഞ്ഞത് കേൾക്കെ റീനു കിളി പാറി അവനെ നോക്കി. ഈ ദിവസത്തിന് എന്താ പ്രത്യേകത എന്ന് റിനുവിന് മനസ്സിലായില്ല. എൻ്റെ പെണ്ണ് ഒരിക്കലും ആ സ്റ്റാറ്റ്യൂ തകർക്കില്ല. ഇതിന് പിന്നിൽ മറ്റാരോ ആണ്. അവളെ പേരിലേക്ക് കുറ്റം ആരോപിക്കാൻ വേണ്ടി ചെയ്തു വെച്ചതായി എഴുത്തല്ല, അല്ലാതെ അവൾക്കിത് ചെയ്യാൻ കഴിയില്ല. ഷാസ് പറയുന്നത് കേട്ട് റിനുവിൻ്റെ കിളികൾ ഒന്നുമേ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനും കടന്ന് പറന്നുപോയി. ശരിക്കും ഇത്രയും നേരം ഐറയെ കുറ്റപ്പെടുത്തിയത് ഷാസിക തന്നെ അല്ലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് എൻ്റെ പെണ്ണത് ചെയ്യില്ലാന്നു. എപ്പോൾ മുതലാ ഐറ ഷാസിഖാൻ്റെ പെണ്ണായത്? റിനുവിനാകെ വട്ടുപിടിക്കുന്ന പോലെ തോന്നി. ഷാസിൻ്റെ ഫോൺ റിങ് ചെയ്തതും കണ്ണെല്ലാം തുടച്ചവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോടടുപ്പിച്ചു. ഹലോ ആപ്പാ, ഇന്നെന്താ കോളേജിൽ നടന്നത്? നീ ഐറയോട് ദേഷ്യപ്പെട്ടെന്നും അവൾ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയെന്നൊക്കെ കേട്ട്. എന്താ നീയോ അവളും തമ്മിലുള്ള പ്രശ്നം? കുറേ ദിവസമായാലും അവൾ വീട്ടിലേക്ക് വന്നിട്ട്. എന്തായാലും ഇന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നീയോ ആ വീട്ടിലേക്ക് കയറിയാൽ മതി. അവൾ എവിടെയാ ഉള്ളത് എന്ന് വെച്ചാൽ അവളെയും കൂട്ടി വേഗം വീട്ടിലേക്ക് വാ. അത്രമാത്രം പറഞ്ഞു ആപ്പ ഫോൺ വെച്ചതും ശ്വാസം നിശ്വസിച്ച് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഐറനെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവരിക എന്നത് നിങ്ങളുടെ ആവശ്യമല്ല, എൻ്റെ ആവശ്യമാണ് ആപ്പ. അതുകൊണ്ട് അവളെ കൊണ്ടുവരാതെ ആ വീട്ടിലേക്ക് കയറണ്ട എന്ന് ആപ്പയല്ല പറയേണ്ടത്. അവളില്ലാതെ ആ വീട്ടിലേക്ക് കയറില്ല എന്ന് ഞാനാണ് പറയേണ്ടത്. ഷാസ് അതും പറഞ്ഞു റിനുവിനെ നോക്കി. നിന്റെ ഐറനെ ഇനി ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല റിനു. അവൾ എൻ്റെ പെണ്ണാ, ഈ ആദമിൻ്റെ പെണ്ണ്. അതുകൊണ്ട് തന്നെ ഇനി അവളെ ഹൃത്ത് വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവളെ തേടി പോവുകയാണ് ഞാൻ. തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒപ്പം അവളും ഉണ്ടാവും. ഷാസ് അത്രയും പറഞ്ഞു മുഖമൊന്ന് തുടച്ചു പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. റീനു അണ്ടിപ്പോയ അണ്ണാനെ പോലെ ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവിടെ ആരില്ലല്ലോ മോനെ. മോനേതാ? ആരെ കാണാൻ വന്നതാ? ഐറയുടെ വീടിന് മുന്നിൽ നിന്ന് കോളിംഗ് ബെല്ലടിക്കുന്ന ഷാസിനെ റിനുവിൻ്റെ ഉമ്മ മതിലിനപ്പുറം നിന്ന് എത്തി നോക്കി. ആൻറ്റി, ഐറ അവൾ നാട്ടിലേക്ക് പോയല്ലോ മോനെ. അത് ഫ്രൈഡേ അല്ലേ ആൻറ്റി? അതിനുശേഷം ഐറ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഇല്ലല്ലോ മോനെ, എന്ത് പറ്റി? ഒന്നുമില്ല ആൻറ്റി. അവൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയെങ്കിലും ഐറ തനിക്കടുത്തുണ്ട് എന്ന് ഷാസിൻ്റെ മനസ്സ് അവനോട് മന്ത്രിച്ചു കൊണ്ടിരുന്നു. അവനൊന്ന് തലയെത്തിച്ച് റിനുവിൻ്റെ വീട്ടിലേക്ക് നോക്കി. അവരുടെ അടുക്കളയിൽ നിന്നാൽ ഐറയുടെ വീട്ടുമുറ്റത്തേക്ക് ആര് വന്നാലും കാണാൻ സാധിക്കും. ഷാസ് തിരിച്ച് ഐറയുടെ വീട്ടിലേക്ക് കയറി. ജസ്റ്റ് ഡോറിൻ്റെ ഹാൻഡിൽ തിരിച്ചപ്പോൾ അത് തുറന്നു വന്നത് കാണെ അവനകത്തേക്ക് കയറി. ഹാളിൽ നിലത്ത് കിടക്കുന്ന ഐറയെ കാണെ അവനൊരു ഞെട്ടലോടെ അവൾക്കടുത്തേക്ക് ഓടി. നിലത്തിരുന്നവൻ ഐറയെ മടിയിലേക്ക് കിടത്തി തട്ടി വിളിച്ചു. സോന, സോന. ഷാസിൻ്റെ ശബ്ദം കേൾക്കെ ഐറ കണ്ണുകൾ വലിച്ചു തുറന്നു. ആദം, നീ എന്താടാ ഇങ്ങനെ? ഇപ്പോൾ ഞാൻ നോക്കുന്നിടത്ത് മൊത്തം നീയാണ്. അത്രമേൽ നീ എൻ്റെ ഹൃത്തിനെ വേദനിപ്പിച്ചിട്ടും എൻ്റെ ഹൃത്തും മനസ്സും നിന്നെ ഒത്തിരി കൊതിക്കുന്നടാ. എനിക്കറിയാം ഇപ്പോൾ നീ എൻ്റെ അടുത്ത് ഇല്ലെന്ന്. പക്ഷേ നീ അടുത്തുള്ളതായി ഞാൻ കാണുന്നുണ്ട്. ഇന്ന് നീ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെയാവില്ലേ? പക്ഷേ ഈ സോനക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ ആദം. പക്ഷേ എനിക്ക് നിന്നിലേക്ക് അടുക്കാൻ പേടിയായിരുന്നു. ഒരു പക്ഷേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ കഴിയുന്നത്രയും കാലം നിൻ്റെ ഒപ്പം ജീവിക്കുക എന്ന് കരുതിയപ്പോൾ നീ എന്നെ വേദനിപ്പിച്ചില്ലേ? എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? എത്രമാത്രം സങ്കടം തോന്നിയെന്നറിയോ എനിക്ക്? കണ്ണ് നിറച്ചുകൊണ്ട് ഐറ പറയുന്നത് കേൾക്കെ ഷാസിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു. താൻ ഒത്തിരി തൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചിരിക്കുന്നു. സോന, ഞാൻ ഇപ്പം ശരിക്കും നിൻ്റെ ഒപ്പം ഉണ്ട്. അല്ലാതെ എൻ്റെ വെറും തോന്നലല്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. കള്ളം പറയല്ലേ ആദം. നീ എൻ്റെ ഒപ്പമില്ല. ഒരിക്കലും നീ ഐറനെ സ്നേഹിക്കില്ല എന്ന് എനിക്കറിയാം. ഞാനന്ന് റിനുവിനോട് പറഞ്ഞത് നിന്നെ എനിക്കിഷ്ടമുള്ള കാര്യം ഇന്ന് പറയാമെന്നായിരുന്നു.
ഇന്നായിരുന്നു ഞാൻ നിന്നോട് ഇഷ്ടം പറഞ്ഞിരുന്നത് എങ്കിൽ അന്നത്തെ മറുപടി ഇന്ന് നീ എനിക്ക് നൽകിയിരുന്നെങ്കിലും ഇന്ന് ഞാൻ ഒത്തിരി വേദനിക്കുമായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടാകും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? നീ കുടിച്ചിട്ടുണ്ടോടി? ഞാൻ നിന്നോട് സംസാരിച്ചിട്ടും എനിക്കുള്ള മറുപടി നീ തന്നിട്ടും ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഹേ? ഷാസ് ഐറനെ പിടിച്ച് കുലുക്കി പറഞ്ഞതും കണ്ണൊന്ന് തിരുമ്മി ഐറ ഷാസിനെ നോക്കി. അവൻ്റെ മടിയിലാണ് താൻ കിടക്കുന്നത് എന്ന ബോധമുദിച്ചതും ഞെട്ടി എഴുന്നേറ്റവൾ നേരെ നിന്നു. നീ നീ എന്താ ഇവിടെ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, സത്യം പറ, നീ എന്താ ഇവിടെ? ഐറ ടോപ്പൊന്ന് റെഡിയാക്കി ഷാസിനെ നോക്കി. അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നേ? എൻ്റെ പെണ്ണുള്ളടുത്തല്ലേ ഞാനും ഉണ്ടാവേണ്ടത്? ഐറനെ വലിച്ചവൻ തൻ്റെ നെഞ്ചിലേക്കിട്ട് അവളുടെ അരയിലൂടെ കൈചുറ്റി ചോദിച്ചതും കൂടിയ നെഞ്ചിടിപ്പോടെ ഐറ ഷാസിനെ നോക്കി. നീ നിന്റെ പെണ്ണോ? എപ്പോ മുതൽ? അന്ന് നീ പറഞ്ഞത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ലാത്ത, നീ എനിക്ക് മുൻപിൽ പ്രണയം അഭിനയിച്ചതാണ് എന്നത്. അത് ഞാൻ ഐറനോടല്ലേ പറഞ്ഞത്, അല്ലാതെ എൻ്റെ സോനയോടല്ലല്ലോ. നീ ആകെ മാറിപ്പോയല്ലോ പെണ്ണെ. കണ്ട തിരിച്ചറിയുക പോലും ചെയ്യാത്ത രീതിക്ക് മാറി. എൻ്റെ ഡുണ്ടു സോനുവിൽ നിന്ന് വെറും എല്ലും തോലുമായ സോനു ആയിട്ടുണ്ട് നീ. ഷാസ് ഐറയുടെ മുന്നോട്ട് തൂങ്ങിക്കിടക്കുന്ന മുടിയെല്ലാം ചെവിക്കരുകിലേക്ക് ഒതുക്കി വെച്ചവളുടെ മുഖത്തേക്ക് നോക്കി. നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ എൻ്റെ സോനയാണ് നീയെന്ന്? എങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കുമായിരുന്നോ? അന്നത്തെ ബോംബ് ബ്ലാസ്റ്ററിൽ നീ മരിച്ചു എന്നാണ് എല്ലാവരും തിരിച്ചിരിക്കുന്നത്. അറിയാം, അങ്കിളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതിന് എനിക്ക് നന്നായി ചീത്ത കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലായാലോ എന്ന് കരുതിയിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആ പാവം. നിന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞാൽ എന്താ കുഴപ്പം? മമ്മയും പപ്പയും മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളോടെല്ലാം ഞാനാണ് സോന എന്ന് പറയാമെന്ന് കരുതി. ഞാൻ സോന ആണെന്ന് ഇപ്പം അറിയിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടാ അങ്കിൽ അതൊന്നും നിങ്ങളെ അറിയിക്കാതിരുന്നേ. എന്തായാലും ഇന്ന് നീ എന്നോട് പറഞ്ഞ ഡയലോഗിൽ അറിയാതെ നീ സോന എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സാക്കി കലങ്ങി മറിയാൻ തുടങ്ങി. പിന്നെയാ പണ്ട് നീ പറഞ്ഞ റിനുവിനെക്കുറിച്ച് ഓർത്തത്. അതോടെ എനിക്കുറപ്പായി നീ എൻ്റെ സോനാണെന്ന്. അതാ ഒന്നും നോക്കാതെ ഇങ്ങോട്ട് പോകുന്നത്. എനിക്കറിയാമായിരുന്നു നീ ഇവിടേക്കാ വന്നിട്ടുണ്ടാവുക എന്ന്. എന്തോ നിന്നെ വേദനിപ്പിച്ചതോർത്ത് എൻ്റെ ഹൃദയം ഇപ്പോഴും വേദനിക്കുന്നു പെണ്ണെ. വേണ്ടാതം, എല്ലാം മനസ്സിന്ന് കളഞ്ഞേക്കും. ആൻഡ് ഹാപ്പി സെക്കൻഡ് ആനിവേഴ്സറി ഹബ്ബി. ഐറ കണ്ണു വിടർത്തി പുഞ്ചിരിയോടെ ഷാസിനെ നോക്കി. അവൻ്റെ ചുണ്ടുകൾ വല്ലാതെ പുഞ്ചിരി തൂകിയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ആനിവേഴ്സറി വൈഫേ. ഷാസ് ഐറയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഐറയുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടു ചേർത്ത് നുണഞ്ഞു. ശ്വാസം അതിവരുവോളം ഐറയുടെ ചുണ്ടുകൾ നുണഞ്ഞു. ശ്വാസം വിലങ്ങുതടിയായി വന്നതും അവളിൽ നിന്ന് ചുണ്ടുകൾ വേർപെടുത്തിയവൻ ഐറയുടെ കണ്ണിലേക്ക് നോക്കി. ഇന്നെൻ്റെ ഭാര്യയ്ക്ക് 18 വയസ്സായി. ലീഗലി നമ്മുടെ മാരേജ് കഴിഞ്ഞത് സെറ്റാക്കി മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങണ്ടേ നമുക്ക്? ഷാസ് ഐറയുടെ കണ്ണിൽ നോക്കി ചോദിച്ചതും വേണമെന്ന നിലക്കവൾ തലയനക്കി. അവനൊരു ചിരിയോടെ അവളുടെ മൂക്കിൻ തുമ്പിലായി ചുംബിച്ചു. സത്യം പറഞ്ഞ നിന്നെയും നിന്റെ ഓർമ്മകളെയും മനസ്സിന്ന് കളഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. നീ എൻ്റെ സോന ആണെന്ന് അറിഞ്ഞിരുന്നാൽ ഒരിക്കലും റിവെഞ്ചിന് വേണ്ടി ഞാൻ ഐറയെ സ്നേഹിക്കില്ലായിരുന്നു. പകരം എൻ്റെ ഭാര്യയായ സോനയാണ് നീ എന്നറിഞ്ഞിരുന്നാൽ പ്രണയലോകത്തിലൂടെ നമുക്ക് കോളേജിലൂടെ പറന്നു നടക്കാമായിരുന്നു. റിവെഞ്ചിന് വേണ്ടിയ ഐറയെ നീ സ്നേഹിച്ചതെന്ന് നീ പറയുന്നുണ്ടല്ലോ. ബട്ട് നീ എന്തിനാ ഐറനെ കിസ് ചെയ്തിരുന്നേ? നീ ഓർക്കുന്നുണ്ടോ? അന്ന് മാളിൽ പോയപ്പോൾ നീ സോറി പറയാൻ വേണ്ടി എന്നെയും വലിച്ച് മാളിൻ്റെ പിറകു വശത്തേക്ക് പോയത്. അവിടെ വെച്ച് നീ എന്നെ കിസ് ചെയ്തില്ലേ? അത് പിന്നെ ഞാനെന്നറിയാതെ കിസ്സടിച്ച് പോയതാ. അതിപ്പോൾ റിവെഞ്ചിന് വേണ്ടി കളിച്ചതിലൂടെ പടച്ചോന് മനസ്സിലായി കാണും എൻ്റെ സോനാണിതെന്ന്. അതാവും അന്ന് അങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് പടച്ചോൻ ചെയ്യിച്ചത്. ഷാസ് ഐറയെ നോക്കി ഇളിച്ചതും കണ്ണുരുട്ടിയവൾ അവനെ നോക്കി. ഓക്കെ ഫൈൻ, അതൊക്കെ വിട്ടേക്കും. കോളേജിൽ നിന്ന് ഞാൻ നിന്നെ വേദനിപ്പിച്ചതും മറ്റുമൊക്കെ മനസ്സിന്ന് കളഞ്ഞ് നമുക്ക് നിൻ്റെ ബർത്ത്ഡേയും നമ്മുടെ ആനിവേഴ്സറി ആഘോഷിച്ചാലോ? യെസ് ബേബ്, ബട്ട് എനിക്ക് നീ ഒരു വാക്ക് തന്നാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ചുണ്ടാവുകയുള്ളൂ. ഐറ പറഞ്ഞത് കേൾക്കെ ഷാസ് നെറ്റിച്ചുളിച്ച് അവളെ നോക്കി. എനിക്കെൻ്റെ പാരൻസ് പറഞ്ഞ കാര്യം ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോൾക്ക് ഒരു പക്ഷേ ഞാൻ മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സോന ആണെന്ന് നിങ്ങളോടൊന്നും പറയണ്ട എന്ന് ഞാൻ അൻവർ അങ്കിളിനോട് പറഞ്ഞത്.
ഒരുപക്ഷെ ഇതിലൂടെ ഞാൻ മരിച്ചെന്നറിഞ്ഞു നിങ്ങളാരും ഒരിക്കലും വിഷമിക്കരുത് എന്നെനിക്ക് വാശിയുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ആ ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരാ നിങ്ങൾ. അതിനിടയിൽ ഞാൻ ജീവനോടെ ഉണ്ടെന്നും ഞാനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുകയാണെന്നും ഒരുപക്ഷെ അത് പൂർത്തീകരിക്കാതെയോ അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചോ ഞാൻ മരിക്കാനും ജീവിക്കാനും ചാൻസ് ഉണ്ട് എന്നെല്ലാം അറിഞ്ഞു നിങ്ങളെയൊന്നും BP കൂട്ടണ്ട എന്ന് കരുതി. ഇന്നാണ് എൻ്റെ മോൻ എൻ്റെ വാക്കിലെ ചെറിയൊരു പാളിച്ച മൂലം എന്നെ മനസ്സിലാക്കി. എൻ്റെ ഓരോ പ്രവർത്തനത്തിൻ്റെയും ശ്രദ്ധ മൂലമാണ് എൻ്റെ മരണം തീരുമാനമാവുക. ഐറ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുനിന്നു. സോന, ഇത് വേണം. നീ സ്വയം മരണത്തിലേക്കെടുത്ത് ചാടണം. വേണം അതം. എൻ്റെ മമ്മക്കും പപ്പക്കും വേണ്ടി ഞാനിത് ചെയ്യണം. ഞാൻ നിന്നെ എതിർക്കുന്നില്ല. എന്തിനും ഏതിനും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും പെണ്ണെ. ശ്വാസ് ഐറയുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചു നിന്നതും ഐറയുടെ ചുണ്ടുകൾ പുഞ്ചിരി തൂകി. ഐറയെ ഞാൻ വേദനിപ്പിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഒന്നല്ല 2 വട്ടം ഞാൻ നിന്നെ വേദനിപ്പിച്ചു. അതിനെല്ലാം സോറി പെണ്ണെ. നീ എൻ്റെ മഹറിന് അവകാശിയായ എൻ്റെ സോനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അതാ പെണ്ണെ ഞാൻ നിന്നെ വേദനിപ്പിച്ചത്. റിയലി സോറി സോന. ആദം, അതെല്ലാം മനസ്സിന്ന് കളയാൻ ഞാൻ പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ജീവിതം തുടങ്ങാൻ പോകുന്നത് ഇപ്പോഴാ. നമ്മുടെ ഇരുവരുടെയും വീട്ടുകാരല്ലാതെ ആരും ഇതുവരെ നമ്മുടെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ല. ഇനി മുന്നോട്ടും എൻ്റെ പേരൻസ് ഏൽപ്പിച്ച വർക്ക് കഴിയുന്നവരെ ഞാനാണ് സോന എന്ന് നിൻ്റെ വീട്ടുകാരോടും എൻ്റെയും നിൻ്റെയും കല്യാണം കഴിഞ്ഞു എന്ന് കോളേജിലെ സ്റ്റുഡൻസിനോടും ഫ്രണ്ട്സിനോടും പറയണ്ട. ഐറ പറഞ്ഞതിന് ശ്വാസ് തലയനയ്ക്ക് സമ്മതം അറിയിച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി. നിൻ്റെ പപ്പക്കും അമ്മക്കും വേണ്ടി മാത്രം ഗിറ്റാർ പ്ലേ ചെയ്യുന്ന നീ എനിക്ക് വേണ്ടി ഗിറ്റാർ പ്ലേ ചെയ്തില്ലേ? എന്ത് രസമായിരുന്നു എന്നറിയോ പെണ്ണെ നീ പാടിയത് കേൾക്കാൻ. സത്യം പറഞ്ഞാൽ ഞാൻ ആ നിമിഷം ഏത് ലോകത്തായിരുന്നു എന്ന് പോലും ഞാൻ മറന്നുപോയിരുന്നു. അടിപൊളി സോങ് ആയിരുന്നു അത്. റിയലി എൻ്റെ ഹേർട്ടിനെ നിൻ്റെ ശബ്ദവും ഗാനവും ആ നിമിഷം മെൽറ്റ് ചെയ്തു കളഞ്ഞു. അതിൻ്റെ ഒപ്പം നീ എന്നെ പ്രപ്പോസ് കൂടി ചെയ്തപ്പോൾ പറയുകയും വേണ്ട. ആ നിമിഷം എൻ്റെ റിവെഞ്ചിൻ്റെ കാര്യം മനസ്സിലേക്ക് വന്നോണ്ട ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. എന്തായാലും ആ പ്രപ്പോസിന് ഞാനിപ്പോൾ ഒരു മറുപടി തരാം. ഈ ജീവിതകാലം മുഴുവൻ നിൻ്റെ സങ്കടത്തിലും സന്തോഷത്തിലും നിന്നോടൊപ്പം നിന്ന് മരണം വരെ എൻ്റെ പാതിയായി നിന്നെ ഈ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ച് എനിക്ക് ജീവിക്കണം പെണ്ണെ. 15 വയസ്സ് പ്രായം ചെന്ന് നിൻ്റെ കഴുത്തിലേക്ക് വെറും 18കാരൻ മഹർ ചാർത്തിയ നിമിഷം ഒരിക്കലും കരുതിയതല്ല നമ്മളിങ്ങനെ പ്രണയിക്കുമെന്ന്. ലവ് യു സോ മച്ച് ഡിയർ വൈഫ്. ഷാസൈറയുടെ കണ്ണിലേക്ക് നോക്കി. ഇനി ഞാൻ കാരണം ഒരിക്കലും എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നിറയില്ല. അത് ഞാൻ നിൻ്റെ പപ്പക്കും അമ്മക്കും കൊടുത്ത വാക്കാണ്. ഇന്നു മുതൽ നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഈ ദിവസം ആഘോഷിക്കാം. ഐ നൗ നമ്മുടെ ഇരുവരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ ദിവസം ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു എന്ന്. അതിനൊക്കെ പകരമായി ഞാൻ നിന്നെ ഒത്തിരി സന്തോഷിപ്പിക്കും പെണ്ണെ. ഷാസ് ഐറയുടെ മൂർത്താവിലായി ചുംബിച്ചതും ഐറ അവനിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ ചുണ്ടുകൾ വല്ലാതെ പുഞ്ചിരി തൂകുന്നുണ്ടായിരുന്നു. നീ ഇന്നിവിടെ എത്തിയത് അടുത്ത വീട്ടിലെ ആൻറ്റി അറിഞ്ഞിട്ടില്ല അല്ലേ? ആൻറ്റി നീ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരികെ പോവാൻ നിൽക്കുമായിരുന്നു. പിന്നെ മനസ്സ് പറഞ്ഞു നീ ഇവിടെ ഉണ്ടാവുമെന്ന്. അതാ ഞാൻ തിരികെ വീട്ടിലേക്ക് കയറിയത്. ഇല്ല, സങ്കടം തോന്നിയ ഈ വീട്ടിലേക്ക് കയറിയാൽ ഒരു സമാധാനമാണ്. മമ്മയും പപ്പയും ആശ്വസിപ്പിക്കുന്ന പോലെ തോന്നും. കഴിഞ്ഞ പ്രാവശ്യവും സങ്കടം വന്നപ്പോൾ ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വന്നിട്ട് ഇവിടെ കിടന്നൊരു കരച്ചിലായിരുന്നു. പിന്നെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാ സങ്കടവും പമ്പടക്കും. ഐറ ഷാസിനെ നോക്കി പുഞ്ചിരിച്ചു. നീ അതൊക്കെ വിട്ടേ, വാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഷാസ് ഐറയുടെ കയ്യും പിടിച്ച് പുറത്തേക്കിറങ്ങി. ഇരുവരും ഒരു ബേക്കറിയിൽ കയറി കേക്ക് വാങ്ങി മുറിച്ചു. പരസ്പരം വായിലിട്ട് കൊടുത്തും ആ ബേക്കറിയിലുള്ള സ്റ്റാഫ്സിന് കേക്ക് കൊടുത്തും ബീച്ചിൽ പോയി തിരമാലകൾ എണ്ണിയിരുന്നു. കടലിനെയും തിരമാലകൾ ചുംബിക്കുന്ന തീരത്തെയും സാക്ഷിയാക്കി ഇരുവരും കൈ കോർത്ത് പിടിച്ച് കടൽ തീരത്തൂടെ നടന്നും അവരുടെ ഈ സന്തോഷകരമായ ദിവസം അവർ ആഘോഷിച്ചു. രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചിരുവരും നേരെ എയർപോർട്ടിലേക്ക് പോയി. ആദം, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഐറ ഷാസിനെ നോക്കി നെറ്റി ചൊളിച്ചു. നമ്മൾ ഇന്ന് മുതൽ ഒരുമിച്ചൊരു ലൈഫ് തുടങ്ങുകയാണല്ലോ. സോ ഷാസ് നിർത്തി ഐറയെ നോക്കിയതും അവൾ സംശയഭാവത്തിൽ പിരികം ചൊളിച്ചു. അത് കാണെ ഷാസ് പോക്കറ്റിൽ നിന്ന് 2 ടിക്കറ്റ് എടുത്ത് ഐറയ്ക്ക് നേരെ നീട്ടിയതും അവൾ അത് വാങ്ങി നോക്കി. സ്വിറ്റ്സർലാൻഡ്? ഐറയുടെ ചുണ്ടുകൾ അത് മന്ത്രിച്ചതോടൊപ്പം അവളുടെ കണ്ണുകൾ വിടർന്നു.
നീ പണ്ട് പറഞ്ഞതല്ലേ, നിനക്ക് 18 വയസ്സാവുമ്പോൾ നമുക്കിരുവർക്കും കൂടി സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്നും. സോ 1 വീക്ക് ഞാനും നീയും സ്വിറ്റ്സർലാൻഡിലായിരിക്കും. തൻ്റെ തോളിലൂടെ കൈ ചുറ്റിയവൻ പറഞ്ഞത് കേൾക്കെ ഐറ അവനെ നോക്കി. ഇത്രയും ദിവസം ഐറയായി അവനോടൊപ്പം നിന്നപ്പോൾ അവൻ കാണിച്ച സ്നേഹമേ അല്ല അവനിപ്പോൾ കാണിക്കുന്നത്. പണ്ട് സോനയോട് അവൻ കാണിച്ച സ്നേഹമാണ് ഇപ്പോൾ അവനിൽ അവൾക്ക് കാണാൻ സാധിക്കുന്നത്.